രാജ്യാന്തര അതിർത്തികൾ വഴി കേരളത്തിലേക്ക് വ്യാപക സ്വർണ്ണക്കടത്ത് നടക്കുന്നുണ്ട്. നേപ്പാൾ, ബംഗ്ലാദേശ് അതിർത്തികൾ വഴിയുള്ള കള്ളക്കടത്തുകളിൽ ഭീകരവാദ ഗ്രൂപ്പുകളുടെയും പങ്ക് വ്യക്തമാവുകയാണ്. വിമാനത്താവളങ്ങളിൽ പരിശോധന കർശനമാക്കിയതോടെ ബംഗ്ലാദേശ് വഴി സ്വർണം എത്തിച്ച് ബംഗാൾ അതിർത്തി വഴി സ്വർണം കേരളത്തിലേക്ക് കടത്തുന്നതിന്റെ വിവരങ്ങൾ നേരത്തെ കസ്റ്റംസിന് ലഭിച്ചിരുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായത്? ലക്ഷ്മി, സ്വർണ്ണക്കടത്തിന് വലിയ തോതിൽ വർദ്ധിക്കാൻ തുടങ്ങിയതോടുകൂടി കസ്റ്റംസ് അടക്കമുള്ള ഏജൻസികൾ വലിയ ജാഗരൂകരായിരുന്നു. വിമാനത്താവളങ്ങളിൽ ശക്തമായ പരിശോധനകൾ ആരംഭിച്ചു. പ്രത്യേകിച്ച് നയതന്ത്ര സ്വർണ്ണക്കടത്ത് പിടികൂടിയതോടുകൂടിയാണ് വലിയ തോതിലുള്ള സ്വർണ്ണക്കടത്തിന്റെ വിവരങ്ങൾ തന്നെ പുറത്തു വന്നത്. അല്ലെങ്കിൽ ഒരുമിച്ച് പിടിക്കുന്ന വലിയ തോതിലുള്ള സ്വർണ്ണ അളവ് അത് തന്നെയായിരുന്നു. എന്നാൽ അതിനുശേഷം സ്വർണ്ണക്കടത്തുകാർ മറ്റു മാർഗങ്ങളിലേക്ക് തേടി. എന്നാൽ ഇവിടെ സ്വർണ്ണക്കടത്തുകാർ മാത്രമല്ല, ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്ന ഭീകരവാദികൾ കൂടി ഇത്തരത്തിൽ അവരുടെ ഫണ്ട് സ്വരൂപണത്തിന് സ്വർണ്ണക്കടത്ത് അതിർത്തികൾ വഴിയുള്ള സ്വർണ്ണക്കടത്തിനെ ഉപയോഗിക്കുന്നു എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ, ഇന്റലിജൻസ്, IB അടക്കം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത്. കാരണം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിപ്പോൾ കസ്റ്റംസും സ്ഥിരീകരിക്കുകയും ഇക്കാര്യത്തിൽ ഒരു സംയുക്ത അന്വേഷണം അല്ലെങ്കിൽ സംയുക്തമായ നിരീക്ഷണം എന്ന തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ബംഗ്ലാദേശിന്റെയും നേപ്പാളിന്റെയും അതിർത്തികൾ വഴിയാണ് ഇത്തരത്തിൽ സ്വർണം കൊണ്ടുവരുന്നത്, കേരളത്തിലേക്കടക്കം സ്വർണം എത്തിക്കുന്നത്. കാരണം നേപ്പാളിലേക്കെല്ലാം സ്വർണം കൊണ്ടുവരുന്നതിന് അവിടെ വലിയ ഇളവുകളുണ്ട്. അങ്ങനെ സ്വർണം ആദ്യം നേപ്പാളിലേക്ക് വലിയ അളവിലേക്ക് എത്തിക്കുന്നു. അതിനുശേഷം അതിർത്തികളിൽ സുരക്ഷ കുറവുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ കാര്യമായ പരിശോധനകൾ നടക്കില്ല എന്ന് ഉറപ്പുള്ള ഭാഗങ്ങളിലൂടെ ഇത്തരത്തിൽ സ്വർണം രാജ്യത്തിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ നിന്ന് ബംഗാൾ അതിർത്തിയിലേക്ക് എത്തിക്കുന്നു. ബംഗാളിൽ എത്തിച്ച ശേഷമാണ് ഇത് ആഭരണങ്ങളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള മറ്റു രൂപങ്ങളിലേക്ക് മാറ്റിയെടുത്ത ശേഷമാണ് കേരളത്തിലേക്ക് ഈ സ്വർണം കൊണ്ടുവരുന്നത്. നേരിട്ട് സ്വർണം പിടിക്കും അല്ലെങ്കിൽ വിമാനത്താവളങ്ങളിൽ വലിയ തോതിൽ പരിശോധനകൾ നടക്കും എന്ന് കണ്ടതോടുകൂടിയാണ് സ്വർണ്ണക്കള്ളക്കടത്തുകാർ ഈ സ്വർണം കേരളത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള കള്ളക്കടത്തുകാരും ഒപ്പം തന്നെ രാജ്യാന്തര ഭീകരവാദ സംഘടനകൾ അവരുടെ ഫണ്ട് സ്വരൂപണത്തിനും എല്ലാം തന്നെ ഇത്തരമൊരു മാർഗത്തെ ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയത്. നേപ്പാൾ, ബംഗ്ലാദേശ് അതിർത്തികളെ ഇത്തരത്തിൽ ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയത്. കാരണം വലിയ തോതിൽ ബോർഡർ സുരക്ഷകളില്ലാത്ത ലൈൻ ഓഫ് കൺട്രോളിനോട് ചേർന്നുള്ള ഭാഗങ്ങൾ നിരവധിയുണ്ട്. അത്തരം മേഖലകളിലാണ് സാധാരണ ഈ നുഴഞ്ഞുകയറ്റമടക്കം സാധാരണ നടക്കാറുള്ളത്. ആ മേഖലകളിൽ തന്നെയാണ് ഈ കള്ളക്കടത്തും നിർബാധം തുടരുകയും ചെയ്യുന്നത്. അതുവഴിയാണ് സ്വർണവും വലിയ തോതിൽ കള്ളക്കടത്ത് നടത്തുന്നത്. കാരണം വിമാനത്താവളങ്ങളെ സംബന്ധിച്ചിടത്തോളം അതീവ സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കി പലപ്പോഴും ചെറിയ അളവിലുള്ള സ്വർണം മാത്രമാണ് ചില ഘട്ടങ്ങളിൽ പിടിക്കപ്പെടുന്നത്. വലിയ തോതിലുള്ള സ്വർണ്ണ കള്ളക്കടത്തുകൾക്കെല്ലാം തന്നെ മറ്റ് മാർഗങ്ങൾ ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാർ സ്വീകരിക്കാൻ തുടങ്ങുകയും ചെയ്തു. ബീഹാറിലെ റെക്സോൾ പോലുള്ള അതിർത്തികളിലാണ്, കാരണം ഈ സുരക്ഷ കുറവുള്ള പോറോസ് അതിർത്തികളിലൂടെയാണ് ഇത്തരത്തിലുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നത് എന്നാണ് ഇന്റലിജൻസ് ബ്യൂറോ തന്നെ നൽകുന്ന വിവരങ്ങൾ. അത്തരത്തിലുള്ള കേരളത്തിൽ ഈ സ്വർണം എത്തിക്കുകയും ചെയ്യുന്നത്. ഈ പണം എന്തിനു ഉപയോഗിക്കുന്നു എന്നതും ഏറ്റവും നിർണായകവും ഏറ്റവും പ്രസക്തവുമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏറ്റവും ശക്തമാകുന്ന കേരളത്തിൽ ഇത്തരത്തിൽ കൊണ്ടുവരുന്ന പണം, ഈ കള്ളക്കടത്തിലൂടെ ലഭിക്കുന്ന പണം, അത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഒപ്പം തന്നെ ഇവിടെ യുവാക്കളെ ഭീകരവാദത്തിലേക്ക് ആകർഷിക്കാനും എല്ലാം തന്നെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. അതിന് പ്രത്യേകമായി തന്നെയുള്ള ഗ്രൂപ്പുകളുണ്ട്. അത് ബംഗ്ലാദേശ് അതിർത്തി മേഖലകളിലാണെങ്കിലും ബംഗാളിലാണെങ്കിലും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേപ്പാളിലേക്ക് എത്തുമ്പോൾ അവിടെയുമെല്ലാം ഈ കള്ളക്കടത്തുകളെ ഓരോ മേഖല കേന്ദ്രീകരിച്ച് നിയന്ത്രിക്കാൻ പ്രത്യേക സംഘങ്ങൾ തന്നെയുണ്ട്. കേരളത്തിൽ ഇത്തരത്തിൽ രാജ്യവിരുദ്ധ സ്വഭാവമുള്ള ആളുകളുടെ കയ്യിലേക്കാണ് ഇത്തരത്തിൽ കള്ളപ്പണം എത്തുകയും ചെയ്യുന്നത്. അത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി യുവാക്കളെ ആകർഷിക്കാൻ, അവരെ ഇതിൽ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി എല്ലാം ഉപയോഗപ്പെടുത്തുന്നു. കാരണം ആ ഫണ്ട് വലിയ തോതിൽ കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. ആ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതിന്റെ ഭാഗമാക്കി യുവാക്കളെ മാറ്റാനാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് അടക്കം ഉപയോഗപ്പെടുത്തുന്നത്. നേരത്തെ നയതന്ത്ര സ്വർണ്ണക്കള്ളക്കടത്ത് പിടികൂടിയതോടുകൂടിയാണ് വിമാനത്താവളങ്ങളിലാണെങ്കിലും ഒപ്പം തന്നെ ഷിപ്പിംഗ് മേഖലകളിലൂടെയൊക്കെ പരിശോധനകൾ കൂടുതൽ കർശനമാക്കാൻ കസ്റ്റംസ് തീരുമാനിച്ചത്. കസ്റ്റംസിന്റെ പരിശോധനകൾ കൂടുതൽ ആ മേഖലകളിലെല്ലാം തന്നെ ശക്തമാവുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം കള്ളക്കടത്ത് കൊണ്ടുപോകുമ്പോൾ വിദേശങ്ങളിലടക്കം വിമാനത്തിലൂടെ വരുന്ന കള്ളക്കടത്തുകളാണെങ്കിൽ തന്നെ അതിന് മറ്റു മാർഗങ്ങൾ, മറ്റു ഉപകരണങ്ങളുടെ ഉള്ളിലടക്കം ഒളിപ്പിച്ചുകൊണ്ടുള്ള സ്വർണ്ണക്കള്ളക്കടത്തിലേക്ക് മാറുകയും ചെയ്തിരുന്നു. അതും പിടിക്കാൻ തുടങ്ങിയതോടുകൂടി അല്ലെങ്കിൽ അവിടെയും പരിശോധനകൾ ശക്തമായതോടുകൂടിയാണ് ഇത്തരത്തിൽ രാജ്യാന്തര അതിർത്തികളിലൂടെയുള്ള കള്ളക്കടത്ത് കേരളത്തിലേക്ക് തന്നെ വ്യാപകമായിരുന്നു. മറ്റു സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ സ്വർണം എത്തിക്കുന്ന ഒരു പതിവ് അല്ലെങ്കിൽ അത്തരമൊരു രീതി നേരത്തെ തന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങൾ അനുവർത്തിച്ചു വന്നിരുന്നു എങ്കിൽ
കേരളത്തിലേക്ക് കൂടിയുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് ഇതിനു വേണ്ടി റിവേഴ്സ് ഹവാലയായിട്ടാണ് പണം എത്തിക്കുന്നത്. ഇവിടെ നിന്ന് റിവേഴ്സ് ഹവാല രൂപത്തിൽ പണം ദുബായിലുള്ള ആളുകളുടെ കയ്യിലടക്കം എത്തിക്കുന്നു. അവിടെയാണ് നേരത്തെ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന നിരവധി ആളുകൾ ദുബായിൽ ഇരുന്ന് തന്നെ ഈ സ്വർണ്ണക്കള്ളക്കടത്തുകളെ നിയന്ത്രിക്കുകയും അവിടെ വലിയ തോതിൽ ഫണ്ട് എത്തുമ്പോൾ അതിൽ സ്വർണം വാങ്ങിയതിന് ശേഷം കേരളത്തിലേക്ക് കടത്താൻ മറ്റു മാർഗങ്ങളെക്കുറിച്ച് പലതരത്തിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ഗൗരവമായി കൊണ്ടുകൊണ്ട് കൂടുതൽ ശക്തമായ പരിശോധനകളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് കസ്റ്റംസും മറ്റ് അന്വേഷണ വിഭാഗങ്ങളും എല്ലാം തന്നെ അറിയിച്ചിട്ടുള്ളത്. സംയുക്തമായ ഒരു അന്വേഷണത്തിലേക്കായിരിക്കും ഇനി പ്രധാനമായും നീങ്ങുക. കാരണം വിവിധ ഏജൻസികളുടെ സംയോജനത്തിലൂടെ മാത്രമാണ് ഇത്തരത്തിലുള്ള കള്ളക്കടത്തുകൾ കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളൂ. ഇത് എന്നതുകൊണ്ട് തന്നെയാണ് അത്തരം സംയുക്ത പരിശോധനകളിലേക്ക് കടക്കാൻ കൂടി തീരുമാനിച്ചിരിക്കുന്നത്. ലക്ഷ്മി.